തെരഞ്ഞെടുപ്പ് സങ്കല്പങ്ങൾ പങ്കുവച്ച് തൃശൂരിലെ യുവാക്കൾ സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ മുതൽ നൂതന പ്രചാരണ രീതികൾ വരെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കേരളവർമ്മ കോളേജിൽ നിന്നുള്ള വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ യൂത്തന്മാർക്ക് പറയാനുള്ളത് എന്താണ്? കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇന്ന് മീഡിയ വൺ സംഘമുള്ളത്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് എത്തിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് യൂത്തുകളുടെ പ്രയോറിറ്റീസ് ഇത്തവണ? പുതിയ പുതിയ ചിന്തകളുള്ള ആൾക്കാരാണ് യൂത്ത്. അവരുടെ ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വോട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു പാർട്ടി ഉണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരു പാർട്ടി ഉണ്ട്. പക്ഷെ പാർട്ടി എന്ന് പറയുന്നത് വ്യക്തിനെ നോക്കിയിട്ടായിരിക്കില്ല, ഐഡിയോളജി നോക്കിയിട്ടായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നോക്കുന്നത് ആ വ്യക്തിനെ നമുക്ക് ഏകദേശം അറിയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് നമ്മുടെ നയിച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അത് നോക്കിയിട്ട് ആണ് വോട്ട് ചെയ്യുന്നത് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താണ് ഇത്തവണ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരുന്നത്? എന്തൊക്കെയാണ് പ്രയോറിറ്റീസ്? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുന്നത്തെ ഇലക്ഷനിൽ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന് പറ്റിയ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഇലക്ഷനിലൂടെ അവർക്ക് തിരുത്താൻ കഴിയും. പിന്നെ കൂടുതൽ യൂത്തിനെ കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, ഈ മാർജിനലൈസ്ഡ് സെക്ഷൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളെല്ലാം മത്സരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴേക്കിടയിലാണല്ലോ വികസനങ്ങൾ വരേണ്ടത്. അപ്പോൾ യൂത്ത് വന്നാൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായും. ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്, ഇവരുടെ അഭിപ്രായം കൂടി നമുക്ക് എടുക്കാം. ജനങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിനെയായിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കാം. മോർ ദാൻ പാർട്ടി ഐഡിയോളജീസ്. ജനങ്ങൾ, അതായത് വികസനമാണല്ലോ, ഡെവലപ്മെന്റ് ആണല്ലോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈ സാഹചര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു വികസനം, ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിനെയായിരിക്കും ഞങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുക്കാൻ. മുതിർന്ന ആളുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടെന്നുള്ള അഭിപ്രായം യൂത്തുകൾക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എക്സ്പീരിയൻസും ആണല്ലോ നമുക്ക്. എക്സ്പീരിയൻസും യൂത്തിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ വേണം ഭരണരംഗത്ത് എത്താൻ എന്നാണ് പറയുന്നത്. അതെ, അത് കുറച്ചുകൂടി ഫോർവേഡ് പോകാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഒബ്വിയസ്ലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും. നമ്മുടെ കേരളം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാൻ നല്ല ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ടി ഒരു ഘടകം തന്നെയാണ്. അതിനേക്കാൾ ഉപരി കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇവിടെ ഒരു അധ്യാപകനുണ്ട്, അധ്യാപകരും വോട്ടർമാരാണ്. അധ്യാപകരുടെ അഭിപ്രായം എടുക്കാം. ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ്. വലിയ വിഷയങ്ങളെക്കാൾ ജനങ്ങളെ സംബന്ധിച്ചുള്ള ജീവിതഗന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ വരിക എന്നുള്ളതാണ്. എന്തായാലും തൊഴിലില്ലായ്മ, സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ വോട്ടിങ്ങിനുള്ള ദിനം അടുക്കുമ്പോൾ ആവേശം വാനോളമാണ്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ വൺ.